എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പ്രദക്ഷിണത്തിലൂടെ കൊട്ടാരമുള്ളൊരു കരയിലേക്കാണ് പോകുന്നത്. കൊട്ടാരമുള്ള കര എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഏറെക്കുറെ നമ്മൾ പോകാൻ പോകുന്ന ക്ഷേത്ര സങ്കേതത്തിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കും. കൊട്ടാരമുള്ള കര അല്ലെങ്കിൽ കൊട്ടാരമക്കര, കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഐതിഹ്യങ്ങളുടെ പിൻബലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം ഗണപതിക്ക് മുമ്പേ ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ കൊട്ടാരക്കര മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രമെന്ന ആ പുണ്യസ്ഥലി ഇന്ന് വലിയ പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഉണ്ണി ഗണപതിയുടെ പേരിലാണ്. കുട്ടി ഗണപതി. കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് ബാലഗണപതി അവിടെ കുടികൊള്ളുന്നതെന്ന്. അതായത് ക്ഷേത്ര സങ്കല്പങ്ങളിൽ നമ്മൾ കൂടുതലായും കണ്ടുവരുന്നത് ഒറ്റക്കൊമ്പുള്ള ഗണപതിമാരെയാണ്, അല്ലേ? അപ്പോൾ കേരളീയ ക്ഷേത്രങ്ങളിൽ ഗണപതിയുടെ നാമത്തിൽ പ്രസിദ്ധമായ കൊട്ടാരക്കരയിൽ വിഗ്രഹത്തിൻ്റെ രൂപത്തിന് അല്ലെങ്കിൽ ഘടനയ്ക്ക് തന്നെ വളരെ വലിയ മനോഹാരിതയും വളരെ നല്ല വ്യത്യസ്തതയുമുണ്ട്. അതായത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 2 കൊമ്പോട് കൂടിയ ശ്രീ ബാലഗണപതിയാണ് കൊട്ടാരക്കര മതിലകത്ത് വിരാജിക്കുന്നത്. ഓക്കെ, സിദ്ധിവിനായകനായിട്ടുള്ള മഹാഗണപതി ബാലഗണപതി അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് ശ്രീ മഹാദേവൻ്റെയും മണികണ്ഠേശ്വരം മഹാദേവൻ്റെയും മഹാദേവിയായ ശ്രീപാർവതിയുടെയും നാമത്തിനെ കടത്തി വെട്ടിക്കൊണ്ട് തൻ്റെ നാമം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കൊട്ടാരക്കരയെ മഹാഗണപതി ക്ഷേത്രം എന്ന നിലയിലേക്ക് ലോകപ്രശസ്തമാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമ്മൾ ഐതിഹ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൊട്ടാരക്കരയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു ചിന്തനം നടത്താം. കൊട്ടാരക്കരയിൽ പ്രധാനമായും 2 ക്ഷേത്രങ്ങൾ. പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന, ഇളയിടത്ത് രാജവംശത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രവും അകവൂർ ഊമമ്പിള്ളി എന്ന മനകളുടെ കാര്യസ്ഥതയിൽ സ്ഥിതി ചെയ്തിരുന്ന കിഴക്കേക്കര മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രവും. നമ്മൾ ഐതിഹ്യം, അതായത് ഗണപതിയുടെ ആവിർഭാവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ കാലഘട്ടം, നിർമ്മാണമെന്നും അതല്ല അതിൻ്റെ പുനരുദ്ധാരണം, ആ ക്ഷേത്ര സങ്കേതത്തിൻ്റെ പുനരുദ്ധാരണം, 2ഇടത്തും മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്ന അവസരത്തിൽ അവിടെ മറ്റു ശില്പികളോടും പണിക്കാരോടും ഒപ്പവും ഒരു അധികം ജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വം അവിടെ എത്തിച്ചേർന്നതായിട്ട് പറയുന്നു. വളരെ ഒക്കെ നീട്ടി വളർത്തി വളരെ ഒരു സാത്വിക ത്യാഗി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പുണ്യാത്മാവിനെ പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തിത്വം ആ ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന പണിക്കാരോടൊപ്പം ക്ഷേത്ര നിർമ്മാണത്തിലെല്ലാം ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനെ ആദ്യം ആരും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഈ വ്യക്തിത്വം അമ്പലത്തിൽ നിന്നുള്ള നേദ്യച്ചോറുകളും പ്രസാദ ശകലങ്ങളും ഒക്കെ വാങ്ങിച്ച് സ്വീകരിച്ച് അതൊക്കെ കഴിച്ച് ഭഗവാനെ ഉപാസിച്ച് അവിടെ നിൽക്കുകയും തന്നാലാകും വിധം പണികളിലൊക്കെ സഹകരിച്ചു പോവുകയും ചെയ്തു. ഒരു ദിവസം 7:30 വെളുപ്പിന് ഉള്ള സമയത്ത് അദ്ദേഹം ക്ഷേത്ര സങ്കേതത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വേണ്ടിയിട്ട് കൂട്ടിയിരിക്കുന്ന തടികൾ കാണുകയുണ്ടായി. ആ തടികളിൽ ഒരു വരിക്കപ്ലാവിൻ്റെ വേര് ആ ഒരു ഭാഗം കിടക്കുന്നതായിട്ട് കണ്ട് അദ്ദേഹം അതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴേക്കും നമ്മുടെ ഉണ്ണി ഗണപതി, ബാലഗണപതി അദ്ദേഹത്തിനെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ പണിയായുധങ്ങളെല്ലാം എടുത്ത് ആ ഉണ്ടായിരുന്ന ദാരുവിൽ എന്ത് ചെയ്തു, മനോഹരമായി അദ്ദേഹം കണ്ട പോലത്തെ മനോഹരമായൊരു ശില്പം ചെയ്ത് തീർത്തു. അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ്, പണിക്കാരും ക്ഷേത്രത്തിൻ്റെ കാര്യക്കാരും പ്രവർത്തിക്കാരും എല്ലാവരും ചേർന്ന് നോക്കുമ്പോഴേക്കും അതിമനോഹരമായിട്ടൊരു ബാലഗണപതിയുടെ വിഗ്രഹമാണ് അവിടെ ചെയ്ത് തീർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാന പുരോഹിതനോട് ഈ വ്യക്തിത്വം പറഞ്ഞു, താങ്കൾ മഹാദേവനോടൊപ്പം ഉണ്ണി ഗണപതിയെ കൂടെ ഇവിടെ പ്രതിഷ്ഠിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് നിരസിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് മൂലം ഉണ്ടായ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു പ്രയാസങ്ങളാൽ അദ്ദേഹം ഇത് ചെയ്തു, ഈ ഉണ്ണി ഗണപതിയുടെ വിഗ്രഹവുമായിട്ട് കിഴക്കേക്കര, അതായത് ഇന്ന് നമ്മൾ മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ മണികണ്ഠേശ്വരം മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ സങ്കേതത്തിലേക്ക് ചെന്നു. അവിടുത്തെ പുരോഹിതനോട് പറഞ്ഞു, താങ്കൾക്ക് അലോസരവും വിരോധവും ഒന്നും ഇല്ലെങ്കിൽ ഈ ഉണ്ണി ഗണപതിയുടെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യവും അതിൻ്റെ മാഹാത്മ്യവും ഒക്കെ ഒറ്റ നോട്ടത്താൽ മനസ്സിലാക്കിക്കൊണ്ട്
വന്ന വ്യക്തിയോട് എന്ത് ചെയ്തു? അവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് വശത്തായിട്ട് ദക്ഷിണ ദിക്കിന് അഭിമുഖമായിട്ട് എഴുതിയിട്ടൊരു ചാർത്തോടു കൂടി ഒരു കുഞ്ഞു ഉപദേവാലയം എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഒരു കുഞ്ഞു ചാർത്തോട് കൂടിയിട്ടുള്ള ഒരു ബാലാലയം പോലത്തെ ഒരു കുഞ്ഞു ക്ഷേത്രം സ്ഥാപിക്കുകയും എഴുതിയിട്ട് ഒരു ചാർത്ത് സ്ഥാപിക്കുകയും അതിലേക്ക് ഉണ്ണിഗണപതിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠ നടത്തിയ അവസരത്തിൽ തന്നെ ഈ വിഗ്രഹം കൊണ്ട് വന്ന ആൾ പറഞ്ഞു, ഒരു യോഗി വര്യനെ പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി ഗണപതിക്ക് വിശക്കുന്നതായിട്ട് തോന്നുന്നു തിരുമനസേ, ഇവിടെ എന്തെങ്കിലും നേദ്യങ്ങളായിട്ടുള്ളതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും പുരോഹിതനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, മഹാദേവസ്വാമിക്ക് നിവേദിക്കാനായിട്ടുള്ള ഉണ്ണിയപ്പമുണ്ട്, കൂട്ടപ്പൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ ഇപ്പം, അതിങ്ങ് എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി അദ്ദേഹം കൊണ്ട് താമസം വിന സന്തോഷത്തോടു കൂടി ആ നിവേദ്യം കൊടുക്കുകയും ഉടനെ തന്നെ ഈ വ്യക്തിത്വം എന്ത് ചെയ്തു? ഒരു പച്ച ഈർക്കിൽ 7 ഉണ്ണിയപ്പങ്ങൾ കോർത്ത് ഇലയിൽ വെച്ച് ഉണ്ണി ഗണപതിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ച് നേദിച്ചു. അപ്പോൾ അതീവ പ്രസന്ന ചിത്തനായിട്ട് ഉണ്ണി ഗണപതിയുടെ വിഗ്രഹം തോന്നിക്കുകയും ചെയ്തു. ആ ചൈതന്യം അവർക്കൊക്കെ അത് പെട്ടെന്ന് അനുഭവവേദ്യമാകുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും തികച്ചും വളരെ ഈശ്വരീയതയിൽ മുഴുകി ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അത് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നെയും പ്രധാന പുരോഹിതൻ നോക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിന് എന്താണ്, ഉണ്ണി ഗണപതിക്ക് വിശക്കുന്നതായിട്ട് വന്നു. അപ്പോൾ ഈ വിഗ്രഹം കൊണ്ടുവന്ന വ്യക്തിത്വം പറയുന്നുണ്ട്, താങ്കൾ ഈ ചെയ്ത കർമ്മം ഈ ക്ഷേത്രത്തിനെയും ഈ നാടിനെയും ലോക പ്രശസ്തിയിലേക്കാക്കാൻ പോവുകയാണ്. ഈ മണ്ണ് മഹാദേവനേക്കാൾ ഉപരി ഉണ്ണി ഗണപതിയുടെ പേരിൽ പ്രശസ്തമാകും. ഈ സങ്കേതം മഹാഗണപതിയുടെ പേരിൽ ഇവിടെ അച്ഛനെക്കാട്ടിൽ കേമനായിട്ട് മകൻ വന്നു ഭവിക്കും, മകൻ്റെ കീർത്തി വന്നു ഭവിക്കും എന്നുള്ള ആ ഒരു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന ഉണ്ണിഗണപതിയെ നോക്കും തോറും ഉണ്ണിഗണപതിക്ക് ഇത് വിശക്കുന്നതായിട്ടും അവിടെയുള്ള നിവേദ്യങ്ങളെല്ലാം സ്വീകരിക്കുന്നതായിട്ടും ഭക്ഷിക്കുന്നതായിട്ടും പ്രധാന പുരോഹിതന് തോന്നി. അദ്ദേഹം എല്ലാ നിവേദ്യങ്ങളും ഉണ്ണിഗണപതിക്ക് കൊടുക്കുകയും അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ഉണ്ണിഗണപതിയുടെ മുമ്പിൽ വെച്ച് തന്നെ അരിയും ശർക്കരയും ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടും എല്ലാം ചേർത്ത് ഉണ്ണിഗണപതിയുടെ ആ ശ്രീലകത്തിന് മുമ്പ് തന്നെ അടുപ്പ് കൂട്ടി ഉണ്ണിയപ്പം വാർത്ത് നിവേദിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിഗണപതിയുടെ വിശപ്പടങ്ങിയതായിട്ടും തൂമന്ദഹാസം ചൊരിയുന്നതായിട്ടും കാണുകയും ചെയ്തു. അതോടുകൂടിയാണ് കൊട്ടാരക്കര ഈ ഗണപതി ക്ഷേത്രം, അതായത് കൊട്ടാരക്കര ഗണപതി ഉണ്ണി ഗണപതി എന്ത് ചെയ്തു? അവിടെ കീർത്തിയും ചൈതന്യത്തോടു കൂടിയും വന്നു ചേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ആശ്രയങ്ങളും നന്മകളും സർവ്വസന്മംഗളങ്ങളും കൊടുത്തുകൊണ്ട് വിരാജിക്കുകയും ചെയ്തു. അതായത് മണികണ്ഠേശ്വര മഹാദേവ ക്ഷേത്രം ഉണ്ണി ഗണപതിയുടെ പേരിൽ പ്രസിദ്ധമായതും കൊട്ടാരക്കര ഉണ്ണിയപ്പത്തിന് നിലവിലുണ്ടാകുന്ന കീർത്തിയും ഈ ഒരു ഐതിഹ്യത്തിന് ഉപോത്ബലകമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഈ വന്ന വ്യക്തിത്വം ആരാണെന്നും ആ ക്ഷേത്ര സങ്കേതത്തിൻ്റെ പണിയിൽ സഹകരിച്ചത് ആരാണെന്നും നമുക്കൊരു സംശയം ഉണ്ടാവും. എല്ലാവരുടെയും മനസ്സിലിപ്പോൾ അത് കിടക്കും. അത് സാക്ഷാൽ പെരുന്തച്ഛനായിരുന്നു എന്നാണ് പറയുന്നത്. ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇളയിടത്ത് കൊട്ടാരം രാജകുടുംബത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിൽ പെരുന്തച്ഛൻ എത്തിച്ചേർന്നു. ചില ഐതിഹ്യങ്ങളുടെ ഒരു പിൻബലത്തിൽ പറയുന്നുണ്ട് പെരുന്തച്ഛന് മേൽനോട്ടമായിരുന്നു. ചില രീതിയിൽ പറയുന്നുണ്ട് പുത്രദുഃഖത്താൽ മനസ്സ് ഘനീഭവിച്ച് വന്ന പെരുന്തച്ഛൻ കേരളത്തിലുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ തോറും തീർത്ഥാടനം ചെയ്ത് കൊട്ടാരക്കരയിൽ എത്തുകയും അങ്ങനെ അദ്ദേഹത്തിനെ മറ്റുള്ളവർ തിരിച്ചറിയാതെ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിത്വം എന്നുള്ള നിലയിൽ അദ്ദേഹവും ഈ പണിയിൽ സഹകരിച്ചു എന്നാണ്. എന്നിരുന്നാലും പെരുന്തച്ഛൻ്റെ കരവിരുതിലും പെരുന്തച്ഛൻ്റെ ആ ഉപാസനാ ഭാവതീവ്രതയിലും ഉണ്ണിഗണപതിയുടെ സൃഷ്ടി അവിടെ ഉണ്ടാവുകയും ഉണ്ണിഗണപതി സാക്ഷാൽ കൊട്ടാരക്കര മഹാഗണപതിയായി തീർന്നു. കൊട്ടാരക്കര ഉണ്ണിയപ്പത്തിൻ്റെ ഉത്ഭവം തന്മൂലം അതിൽ നിന്ന് ആ പ്രതിഷ്ഠയോടുകൂടി തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇന്നും ആ ക്ഷേത്ര സങ്കേതത്തിൽ ചെന്നാൽ നമുക്കറിയാം, ഒറ്റ ദൂരം എത്തുമ്പോൾ തന്നെ ആ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു വാസന നമ്മളെ ആ ക്ഷേത്ര സങ്കേതത്തിലേക്ക്, അതായത് ഉണ്ണിയപ്പം വാർത്ത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. പല അടുപ്പുകളിലായിട്ട് ഉണ്ണിയപ്പം വാർത്ത് വലിയ ഒരു വട്ടളത്തിനകത്ത് നിറച്ച് പഞ്ചസാര തൂവി ഉണ്ണിഗണപതിയുടെ മുമ്പിൽ കൊണ്ട് കൊടുക്കുകയും പ്രസന്നചിത്തനായിട്ട് അത് സ്വീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഭക്തജനങ്ങളിലേക്ക് അത് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൊട്ടാരക്കരയുടെ ഒരു പ്രത്യേകത നമ്മൾ കേട്ടേക്കുന്നതെന്ന് വെച്ചാൽ കുളത്തിൽ കിഴക്കേ ചിറയിൽ വലിയ കുളമാണ്. അതിലേക്ക് നോക്കിയാണ് ശ്രീ മഹാദേവൻ്റെ ക്ഷേത്ര ശ്രീകോവിലും കൊട്ടാരക്കര അമ്പലം കിഴക്കഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത്. ചിറയിലൊരു മാടൻ്റെ ഉപദ്രവം ഉണ്ടായിരുന്നതും ആ മാടനെ കാലാന്തരത്തിൽ ക്ഷേത്രതന്ത്രി ആവാഹിച്ചൊരു ഇരുമ്പ് തളയിൽ ഉണ്ണിഗണപതിയുടെ കാലിലിട്ട് കൊടുത്തു എന്നുമാണ്. അങ്ങനെയാണ് ആ മാടൻ്റെ ഉപദ്രവം ആ കുളത്തിൽ നിന്ന് മാറിയതെന്നും ഭക്തജനങ്ങൾക്ക് ഉപദ്രവങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്.
ഓക്കെ, മേടത്തിരുവാതിര ഉത്സവമായിട്ടുള്ള കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇത്രയൊക്കെയാണ്. കൊട്ടാരക്കര ഉണ്ണിഗണപതി വന്നതും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നുള്ള രീതിയിൽ, മഹാദേവ ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്നുള്ള രീതിയിൽ പ്രസിദ്ധി ആർജിച്ചതും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു കൊട്ടാരക്കരയിലൊന്ന് പോകാനൊക്കെ ഒന്ന് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പോവുക. കേരളത്തിൽ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്ര സങ്കേതമാണ്, അനുഭവിച്ചറിയേണ്ട ഒരു പ്രസാദ രുചിയാണ് കൊട്ടാരക്കരയുടെ ഉണ്ണിയപ്പം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മൾ അടുത്ത ക്ഷേത്ര പ്രദക്ഷിണമായിട്ട് വരുന്നതായിരിക്കും. പ്രദക്ഷിണത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും സർവ്വസന്മംഗളങ്ങളും നേരുന്നു.